നിങ്ങൾ ആദ്യം പറയല് ടീഷർട്ടിന്റെ കഥ ആയിരിക്കും അല്ലേ. 2 ദിവസം കഴിഞ്ഞ് ഇന്ന് ഇത് ടീഷർട്ട് ഇടാൻ കാരണം എന്താ പറയുക, ഇതന്ന് ഇച്ചാൻ്റെ നീത്ത റൂമിൽ പോയിട്ട് ഞാൻ പൊക്കി സാധനമാണ് ഈ ടീഷർട്ട്. ഏത് ഇന്നും റണ്ണിങ്ങിൻ്റെ ഇടക്കാണ്. ഇന്ന് സംഭവമൊന്നുമല്ല, ഒരു ചെറിയൊരു സാധനം ഡെലിവറി ഉണ്ടായിരുന്നു, ഡെലിവറി കൊടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഡെലിവറിക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ സാധനത്തിൻ്റെ അതറിയാം, ഇതായിട്ടും റൂമിൽ പോയിട്ട് അന്ന് പൊക്കിയതാണ്. ഏകദേശം 2 കൊല്ലം കഴിഞ്ഞ്. പക്ഷേ അപ്പം അങ്ങനെ യൂസ് ആക്കലില്ല. ബട്ട് ഇപ്പൊ ഇടക്കിടക്ക് യൂസ് ആക്കുന്നത് ട്രാക്ക് പാൻറ് ഇടുന്നോണ്ട് ഭയങ്കര സൂട്ടായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത് പറയാവുന്നതല്ല കേട്ടാ. ഇന്നത്തെ വീഡിയോ എന്ത് പറയണ്ടേ, എന്തെല്ലാം പറയാനുണ്ട്. ഞങ്ങളെ ചൊക്കി എത്താനായി എന്തൊരു കാത്തിരിപ്പാണ്. കുറേ നാളത്തെ കാത്തിരിപ്പാണ്. നമ്മളെ ചൊക്കി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തുമെന്നുള്ള വിശ്വാസമാണ് എൻ്റെ മനസ്സിൽ നിറയുള്ളത്. അപ്പോ എത്തും, കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും പിന്നീട്. അപ്പൊ നമ്മൾ അടുത്ത മാസത്തെ ഡെലിവറി കൊണ്ടിരുന്ന അവൻ ആരറിയോ? അടുത്ത മാസം ഈ മാസം ലാസ്റ്റ് പറഞ്ഞാൽ 30 kg ചെങ്ങായി ദുബൈയിൽ നിന്ന് വരുന്നുണ്ട്, മിസ്റ്റർ മുഹമ്മദ് നദിയ. ഇത് അവന് ഇങ്ങനെ ഇങ്ങനെ ഗ്രൂപ്പിൽ ജസ്റ്റ് ഇടാൻ വേണ്ടി വ്ളോഗ് ആക്കലുണ്ട്. അപ്പൊ അതിലോ പറയുന്നുണ്ട് ഇറ്റ്സ് മീ നദി, ഹലോ ഗായ്സ് ഇറ്റ്സ് മീ നദി എന്ന് പറയലുണ്ട്. അപ്പൊ അവനാന്നിട്ട് നമ്മളെ സാധനം കൊണ്ടിരുന്നില്ലേ. എൻ്റെ ഏകദേശം 1 മുതൽ 10 വരെ പഠിച്ച ചെങ്ങായിയാണ്. അത് കഴിഞ്ഞിട്ടും എന്താ പറയണ്ടേ, എന്നോ മറ്റേ ചക്കൻ്റെ ബളിഞ്ചലെല്ലാം പറ്റിയ പോലെ പറ്റിക്കോണ്ട്. അൽഹംദുലില്ലാ ഇപ്പൊ അങ്ങനെ മരിക്കുന്നവരെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതൊന്നും പറയാനല്ലേ ഇപ്പൊ വന്നത്. ഓക്കെ, ഡെയിലി എന്തെല്ലാം കേറുന്നുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് പറയാൻ വന്നത് ഷാ ചോക്ലേറ്റിന്റെ ചോക്കി അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ദുബൈയിൽ പുതിയ സാധനം വന്നിട്ടുണ്ട്. ഏകദേശം 30-40 ദിർഹംസ് ആടെയാണ്. എന്നുവെച്ചാൽ ഭയങ്കര വാഫറിന്റെ ഉള്ളിൽ കുനാഫായിട്ട് ഭയങ്കര എന്താ പറയണ്ടേ, മറ്റേ സോൺ പബ്ഡിയിലല്ലേ അതേപോലെ ഭയങ്കര കട്ടകോരിമായ പുല്ലുട്ടായാലും ഉള്ളിലായിട്ടുള്ള സാധനം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ട്. പക്ഷെ 40 ദിർഹംസ് ആടെ 40 ദിർഹംസ് വരുന്നുണ്ട്. ആ സാധനം നമുക്ക് കൊടുത്തിട്ടായിട്ട് ഈടെത്തിയിട്ട് നമ്മൾ സെയിലാക്കുമ്പോൾ നടക്കല. ഇൻഷാല്ലാ കൊണ്ടുവരുന്നില്ല. ആസ നല്ലോണം ഉണ്ട്, കുറച്ചൊന്നും അല്ല കേട്ടാ, നല്ലോണം ആസയുണ്ട് കൊണ്ടുവരണമെന്ന്. പക്ഷെ അതെനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് നടക്കൂന്ന് ഇൻഷാല്ലാ. അപ്പോൾ ഷാ ചോക്ലേറ്റില് നമ്മൾ ഇനി മുതൽ മന്ത്ലി 2 ടൈം, അതായത് 2 സൺഡേ ഓഫർ തന്നെ. വേറെന്തേ മിനിയാന്ത വീഡിയോയിൽ ജാഫറല്ല ഓഫർ കണ്ടിട്ട് പിന്നെ ഫുള്ള് ട്രോള് പോ, ജാഫറല്ല ഓഫറല്ലേ എന്ന് വെച്ചിട്ട് ഫുള്ള് ട്രോൾ. അപ്പോൾ ഓഫർ ഇട്ടാ ജാഫറല്ല. ഓക്കെ, അപ്പോൾ ഫുള്ളും മന്ത്ലി 2 ദിവസം ഓഫർ ചെയ്യാനുള്ള പ്ലാനിലാണെന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെ സപ്പോർട്ട് വേണം. അതായത് നമുക്കിങ്ങനെ ഇടിച്ച് ചവിട്ടിയിട്ട് സാധനം, അതായത് എല്ലാവരും അറിയണം. ഓക്കെ, എല്ലാവരും സാധനം എല്ലാവരും അറിയണം. ഇത്ര പൈസക്കും കിട്ടും എന്നില്ല, എല്ലാവരും അറിയണം നേർട്ടാന്ന് കേട്ടാ. ചില സ്റ്റാൻഡിൽ വെച്ചിട്ടാകുമ്പോൾ നേരാന്നില്ല, അതുകൊണ്ട് കയ്യിലെടുത്തേട്ടാ. അപ്പം അങ്ങനത്തെയാന്ന് കഥ. എന്താ പറയണ്ടേ, അപ്പോൾ അങ്ങനെ ഓഫർ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഓരോ സാധനം വിവരിച്ച് തരുമ്പോൾ ഇല്ല, ഞങ്ങൾക്ക് ഇതൊരു മജയാന്നില്ല. നമ്മൾ മിനിയാന്നൊരു ഇത് കൊടുത്തിന് പറഞ്ഞിട്ട്, ഇത് ഒരു പ്രഗ്നൻസി കിറ്റ് വിത്ത് ഡെലിവറി ബർത്ത്ഡേ ആണ്. ആ ഡെലിവറിക്ക് ഞാൻ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ ആണെന്നില്ല. എല്ലാവർക്കും വീഡിയോക്ക് മുമ്പിൽ നിൽക്കണം എന്നുള്ളത് സ്വാഭാവികം, മനുഷ്യന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും നിൽക്കാൻ കഴിയണം അല്ലെങ്കിൽ നിൽക്കണം എന്നുള്ള ഇതുണ്ടാവില്ല. അത് അവരെ ഒരാളോരോ ഇതല്ല. ചിലപ്പോൾ ആ ഒരു ഇത് ഒരാളെ മൈൻഡ് ഓരോന്നല്ലേ, ഒറ്റ മൈൻഡുള്ള അങ്ങനത്തെ അശ്വാകിനെ പോലെ ഒറ്റ മൈൻഡ്. ഇതെല്ലാം ഇടയിൽ വരുന്ന പേരുള്ള ചെങ്ങായിമാരെ വരിട്ടാ, സ്കൂളിൽ പഠിച്ച പിള്ളേരെ വരിട്ടാ. ഒറ്റ മൈൻഡ് തന്നെ പറയുമ്പോൾ അശ്വാക്കിനെ അങ്ങനെല്ലാം ഓർമ്മ വരുന്നത്. പിന്നെ ഇങ്ങനെ ക്രായിക്കോണ്ടിരിക്കുമ്പോൾ മുജീബിന് ഓർമ്മ വരും. പിന്നെ ഇങ്ങനെ അൽബാക്കിക്കോണ്ടിരിക്കുമ്പോൾ നജീറിന് ഓർമ്മ വരും. അതെല്ലാം സ്കൂൾ തന്നെ അതല്ല. അപ്പം അവർക്ക് ക്യാമറയുടെ മുമ്പിലേക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിന്. പിന്നെ അവരെ ഹസ് പറഞ്ഞതിന് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കണമെന്ന്. ബട്ട് അവർക്ക് ഉള്ള ഒരു ഇതായതുകൊണ്ട് ഞാൻ ആ പരിക്കാരോട് പറഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം ഒരാളെ അനുവാദം പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഒരിക്കലും വീഡിയോ എടുക്കാൻ കഴിയുക. അങ്ങനെ അൽഹംദുലില്ലാ സാധനം കൊടുത്ത് അവരെല്ലാം സന്തോഷമാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് വേണ്ട. അതായത് അവർക്ക് ഗിഫ്റ്റ് അവരറിയാതെ കിട്ടുന്നതാണ്. അവർ എക്സ്പെക്റ്റ് ആക്കാതെ ആ ഒരു ഇതാണ്, എക്സ്പെക്റ്റ് ആക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് അവരെ കയ്യിലേക്ക് സാധനം വന്നിട്ട് കിട്ടുമ്പോൾ ഒരിക്കലും ആ സന്തോഷമില്ല, ഉപകാരം തന്നെയാണ്. പിന്നെ ഷാ ചോക്ലേറ്റിൽ നമ്മൾ അതിൽ വെറൈറ്റി ഒരു സാധനം വെച്ചു കൊടുത്തിന്. എന്താ പറയുക എന്ന് വെച്ചാൽ വെറൈറ്റി ഐറ്റം വെച്ചു കൊടുത്തത് പിന്നെ മറ്റേ ഇതാണ് സാഫ്രോണില്ലേ, അതായത് കുങ്കുമം. ഓക്കെ, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഏകദേശം പ്രഗ്നൻ്റ് ഉള്ള ആളാണ് സാധനം കുടിക്കാൻ. അപ്പം നമ്മ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് കയറ്റി കൊടുത്തൊരു ചെറിയ ഡബ്ബ
സാധനം ഐറ്റം വന്നിട്ടുണ്ടായിന്, അത് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വെറൈറ്റി പിടിക്കണം. വെറൈറ്റി കണ്ടില്ലേ, ബാക്കി എല്ലാ ഉപ്പിലിട്ട ഐറ്റംസ് നമുക്ക് മച്ചാർ വെച്ച് കൊടുക്കും. അതാണ് നമ്മളിത് ഏത് അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മ ഇതിൽ സാഫ്രോൺ വെച്ച് കൊടുത്തിന്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റിൽ നമ്മ തടി സെറ്റാൻ വേണ്ടിയുള്ള അങ്ങനത്തെ എന്തെല്ലോ ഡിഫറെൻറ്റ് അതായത് ഒരാൾ ഇത്ര എക്സ്പെൻസ് നമ്മളോട്, ഇത്രയാണ് ബഡ്ജറ്റ് നമ്മളോട് പറയും. ഒരാൾ ഒരു നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോന്ന് പറയും. ഇപ്പോൾ അജുവിൻ്റെ എൻഗേജ്മെന്റ് അജു ഫുള്ള് നിൽക്കന്നെ വിട്ടെന്ന് എടുത്തോന്ന് മജ ആക്കുന്ന എന്നോട് അജു ഫുള്ള് കുറച്ച് എന്ത് വേണ്ട എല്ലാം വെച്ചോ ലാസ്റ്റ് ബില്ല് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനത്തെ കസ്റ്റമറുണ്ട്, അങ്ങനത്തെ ഇത്രയിലും ഒതുക്കണം എന്നുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. ഒരാൾക്ക് ഓരോ രീതി ആയിരിക്കും അല്ലേ. അജുവിനെ പോലെ തന്നെ കിട്ടിയ സെറ്റ് അങ്ങനത്തെ. അപ്പോൾ ഒരാൾക്ക് ഒരാൾ പോലെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ അങ്ങനെ ഉള്ള കസ്റ്റമേഴ്സിന്, അതായത് ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല, അതായത് കുറച്ചൊരു 500 രൂപ അല്ല അങ്ങനെ 1000 രൂപ കൂടിപ്പോയെങ്കിൽ പ്രശ്നമല്ല എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മ അതിനൊക്കെ പുതിയ ഐറ്റം കയറ്റി കൊടുക്കാനുള്ള പ്ലാനില്ലാന്നില്ല. പക്ഷെ ആ ചോക്ലേറ്റിന്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അത്രത്തോളം ഞാൻ മാറ്റർ പറഞ്ഞുതരാം. ലോങ് ആയി പോകുന്ന അറിയില്ല, നിങ്ങൾ നോക്കുമെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കാണണം, നിങ്ങൾ ഇതറിയണം, നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് ഷാ ചോക്ലേറ്റ് ഉണ്ടായെന്നറിയോ? 2001 ഞാൻ നിങ്ങൾക്ക് കഥ പറയുമ്പോൾ ഇങ്ങനെ എന്തെല്ലാം പറയലുണ്ട്. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നെല്ലാം പറയലുണ്ട്. അങ്ങനെയല്ല കേട്ടാ, 2001 ജാഫർ കെ ഓക്കെ ജനിക്കുന്നത് ഓക്കെ. ഇങ്ങനെ 2016 SLC 16-17 SLC കഴിഞ്ഞ് 2017 നേരെ ഡിപ്ലോമ എടുത്ത് പഠിക്കാൻ പോയി. അപ്പം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ പഠിക്കുന്നല്ല ഇങ്ങനെ പുഷാക്കി. എനിക്ക് അന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് CA ഓക്കെ. പിന്നെ പോരെന്നാലും ഇങ്ങനെ പുഷാക്കിട്ടാ പിന്നെ അതാ പോവാ മജല്ല പഠിക്കുന്ന സാധ്യതയിൽ പഠിക്കുന്ന മജ അയ്യോ പോയി. സപ്ലൈയിലുണ്ടായിന്, സപ്ലൈ ഇല്ലാത്ത ആളുണ്ടാ. സപ്ലൈയിലെ വേങ്ങി പിന്നെ പേപ്പറിൽ എഴുതിയെടുത്ത് അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ അതിൻ്റെ തന്നെ നോക്കി ക്യാഡ് പഠിക്കാൻ പോയി. എപ്പോഴാണ് മറ്റത് മഹാമാരി കൊറോണ ഇരുന്നത്. കൊറോണ വന്നിട്ട് ലോക്ക്ഡൗൺ ആയിട്ടാകുമ്പോൾ ഫുള്ള് എന്തായി കഥകുതായി. പിന്നെ അതിനോട്ടുള്ള ഇൻട്രസ്റ്റും പോയി, താല്പര്യം പോയി. അന്ന് മുതൽ ഒരു ബിസിനസ് മാൻ ആണെന്നുള്ള ചിന്തയാണ് വന്നിട്ടില്ലേ ഓക്കെ. അതിന് ഒരു പേരില്ല, കുറേ കണ്ടുപിടിച്ച്, കുറേ എന്ന് പറഞ്ഞാൽ കുറേ കാത്തുനിന്ന് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾ ലൈഫിൽ വരുന്നത്, കുറേ ആൾ പോകുന്നത്, ലാസ്റ്റ് ആയിട്ട് അങ്ങനത്തെ കഥ. പിന്നെ ഷാക്കാസ് എന്നുള്ള ഷാ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഷാക്കാസിൽ തുടങ്ങി അൽഹംദുലില്ലാ 2023 ഷാ ചോക്ലേറ്റ് എന്നുള്ള സംരംഭം തുടങ്ങിയിട്ടാണ് ഷാ ചോക്ലേറ്റ്. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഒട്ടമിക്ക ആൾക്കാർക്കും ഷാ ചോക്ലേറ്റ് പറഞ്ഞാൽ അറിയും. ഞാൻ പറയാം, ഞാൻ രാത്രി ചിലപ്പോൾ ഉസ്താനൊക്കെ ബാലിനിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് സീ പാർക്കിൽ ജ്യൂസ് കുടിക്കാൻ പറ്റാമില്ലേ, ആടെ കണ്ട് വല്ലാൻ്റെ മുമ്പ് വേറൊരാളോട് പറയുന്നത് ഷാ ചോക്ലേറ്റിന് അതെല്ലാം കേൾക്കുമ്പോൾ മജിൽ എൻ്റെ മോനെ കേറും. ഏത് അതെ. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ. ഇപ്പൊ ചോക്ലേറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് തുടങ്ങി ഇപ്പൊ എന്തെല്ലാം പറയുന്നുണ്ടെന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലെ. ഇങ്ങനത്തെ എല്ലാം പറയണേ ഇല്ലെങ്കിൽ ഈ ചോക്ലേറ്റിനെ കുറിച്ചിട്ട് മാത്രം മറ്റേ നിങ്ങൾക്ക് അറിയോ? അപ്പൊ എന്റെ കഥയെല്ലാം അറിയണ്ടെങ്ക അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കാണാം. ഇൻഷാല്ലാ വർക്കണ്ട, നമ്മള് ഷോപ്പാടെ വർക്കണ്ട, വിസ്റ്റാക്കി അറിയും. ദുബൈയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പാർസൽ നമ്മൾ സെറ്റാക്കി തരും. നിങ്ങൾ ദുബൈയിലുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലേക്ക് സാധനം കൊടുക്കാണ്ട് അമ്മ കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് ദുബൈയിൽ കൊടുക്കണോ അതും നമ്മ കൊടുക്കും. അപ്പൊ എല്ലാത്തിനും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഷാ ചോക്ലേറ്റ് ഉണ്ട്. നിങ്ങളെ കുഞ്ഞിക്ക് മുടിയാളയിലുണ്ടാ അതിന് കേക്ക് ബാക്ക് ആക്കണം നമ്മണ്ട്. നിങ്ങളെ കുഞ്ഞിക്ക് സുന്നത്ത് വാങ്ങലോ കാവുത്തലുണ്ടാ അതിന് ബൊക്കെ അല്ലെങ്കിൽ മാല ആക്കണം, ഷാ ചോക്ലേറ്റ് ഉണ്ട്. നിങ്ങളെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഉണ്ടാ, ഷാ ചോക്ലേറ്റ് ഉണ്ട്. നിങ്ങളെ കുഞ്ഞിന്റെ നിങ്ങളെ ഓള ബർത്ത്ഡേ, ഓള ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഷാ ചോക്ലേറ്റ് ഉണ്ട്. പോട്ടെ നിങ്ങൾക്ക് ഹോൾസെയിൽ സാധനമാണ്, ആടിയുണ്ട് ഷാ ചോക്ലേറ്റ്. അപ്പൊ എല്ലായിടത്തും നിറഞ്ഞു നിർത്തുന്ന സാന്നിധ്യമാണ് ഷാ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് നിങ്ങളെല്ലാം അതായത് പുതിയ ഐറ്റംസ് ഇറങ്ങുമ്പോൾ നമ്മളുടെ അത് ഇതാക്കണം എന്നുള്ള ഇതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് പൊതുവെ ബാക്കിയുള്ളിടത്തേനും കാട്ടി റേറ്റ് കുറവാണ്. എന്നാലും റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എന്നെ പറയുക വെച്ചാൽ ഓരോ ഐറ്റം കുറേ ആൾ പറയുന്ന ഒമാൻ ചിപ്സിന് ദുബൈയിൽ അത്രയല്ലോ. ദുബൈ നമ്മൾ ഇവിടെ ഒരിക്കലും കമ്പയർ ആക്കാൻ കഴിയാട്ടോ. എന്നുവെച്ചാൽ ദുബൈയിൽ 50 ദിറംസിനാണ് ആ സാധനം കിട്ടുന്നെങ്കിൽ നമുക്ക് ഇവിടത്തേക്ക് എത്തുമ്പോൾ നല്ല എമൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അതിനെല്ലാം റേറ്റ് കൂടുതൽ. അതിന് മാത്രം തോന്നാൻ കാരണം ഷോപ്പിലുള്ള അതിന് മാത്രം റേറ്റ് കൂടുതൽ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനും ഷാ ചോക്ലേറ്റ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളാണ് നമ്മളെല്ലാത്തിലേക്ക് എത്തിക്കുന്നത്. മറക്കണ്ടായിട്ട് ബാക്കിൽ ഹദ്ദാദിന്റെ റൂഡ് ഫസ്റ്റ് ലെഫ്റ്റ് തരുമ്പോൾ എന്ത് കാണും, നമ്മളെ ഷാ ചോക്ലേറ്റ് കാണുമോ ഓക്കെ.